വനിതാ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിലെ നമ്പർ 1 വുമൻസ് മാഗസിനായ വനിതയും ഈസ്റ്റേണും ചേർന്നെടുക്കുന്ന ഈസ്റ്റേൺ വനിതാ ഷെഫ് ഓഫ് കേരള 2026 ഇൻ അസോസിയേഷനും വിത്ത് ലുലു മോൾ. ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: ഒരു തനി നാടൻ വെജ് അല്ലെങ്കിൽ നോൺ വെജ് വിഭവം, അതിനോടൊപ്പം ഒരു തനി നാടൻ മധുര പലഹാരവും കൂടി. ഇവയുടെ എല്ലാ റെസിപ്പികൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ www.vanitha.in/chefofkerala എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തോ ഞങ്ങൾക്ക് അയച്ചു തരിക. 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഓഡിയോയായോ വീഡിയോയായോ എഴുതിയോ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പികൾ സബ്മിറ്റ് ചെയ്യാം. പാചകക്കുറിപ്പിനോടൊപ്പം മത്സരിക്കുന്ന ആളുടെ പേരും അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഓഗസ്റ്റ് 31 മുമ്പായി ഞങ്ങൾക്ക് അയച്ചു തരണം. ഇനി അതുമല്ലെങ്കിൽ ഈസ്റ്റേൺ വനിതാ ഷെഫ് ഓഫ് കേരള എന്ന ഹാഷ്ടാഗോടെ നിങ്ങളുടെ സ്വന്തം FB അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോയായും അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇന്ന് ഈസ്റ്റേൺ സ്പൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നാടൻ മുളകിട്ട മീൻകറി ഉണ്ടാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കടുക്, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഈസ്റ്റേൺ മുളക് പൊടി, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുടംപുളി ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട്, ഉപ്പ്, പിന്നെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിഷ്, പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുളകിട്ട മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ എന്തായാലും പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഭയങ്കരമായിട്ടൊരു കളർ വരേണ്ട, ഒരു മീഡിയം ഗോൾഡൻ കളറിലേക്ക് കിട്ടുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നമ്മുടെ ഈസ്റ്റേൺ മുളക് പൊടി ഞാനൊരു ഒരു പകുതി കപ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് മീൻകറി ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഈസ്റ്റേൺ മഞ്ഞൾ പൊടിയോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കുന്ന മീനിൻ്റെ അളവനുസരിച്ചിട്ടുള്ള എരിവിട്ടാൽ മതി. ഞാനൊരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കണം. മസാലയുടെ ആ ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുകി വരണം ഇത്. കുടംപുളിയുടെ വെള്ളം എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് തിക്ക് പേസ്റ്റ് ആ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെളിച്ചെണ്ണ കുറച്ച് പുറത്തോട്ട് വന്നു. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പാകമാക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചൊരു 20 മിനിറ്റ്സോളം നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പോൾ കൃത്യമായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ഗ്രേവി എല്ലാം ഒന്ന് മാറിക്കിട്ടും. നന്നായി തിളച്ച് വന്നു കേട്ടോ കറി. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീൻകറി റെഡി ചെയ്യാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
കുറച്ച് കറിവേപ്പില ചുമ്മാ നമുക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഫൈനലി മുളകിട്ട തനി നാടൻ മീൻകറി റെഡി ആയി കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ മുളകിട്ട നമ്മുടെ സ്പെഷ്യൽ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അറിയിക്കുക.